Dear friends, once again welcome back to Law Lecture Series. Law Lectures continue. Today's topic is rules regarding damages. In our previous classes, we have discussed in detail about the term damages. It is one of the remedies for the breach of contract. You know, damages may be nominal damage, ordinary damage, special damage, and exemplary damage. Different kinds of damages are there. Today we will discuss about rules regarding damages. ഡാമേജുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളെക്കുറിച്ചാണ്. കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയപ്പെടുന്ന ചില റൂൾസ്, ഡാമേജുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും കണ്ടീഷനുകളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. Let us start. When a party sustains loss by reason of breach of contract, he is to be compensated by money as far as possible. ഡാമേജുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ്, കരാർ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ കഴിയുന്ന അത്രയും വേഗത്തിൽ പണരൂപത്തിൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുത്തിരിക്കണം. പണത്തിനാണ് പ്രാധാന്യം, ഇൻ ദ ഫോം ഓഫ് മണി ആസ് ഫാർ ആസ് പോസിബിൾ. നഷ്ടപരിഹാരത്തിന് ഏറ്റവും ഉതകുന്ന രീതി എന്താണോ ചെയ്യുമെന്ന് നേരത്തെ ഏറ്റിരുന്നത് ആ കാര്യം തന്നെ ചെയ്യാം. കരാറിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രതിവാദ വിഷയം, അതേ രൂപത്തിലുള്ള പെർഫോമൻസ്, അതിനാണ് സാധിക്കാതെ വന്നതെങ്കിൽ ഇൻ ദ ഫോം ഓഫ് മണി, പണരൂപത്തിൽ നഷ്ടപരിഹാരം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് റൂൾ റിഗാർഡിംഗ് ഡാമേജ്. Ordinarily, the injured party can recover by way of compensation only the actual loss suffered by him. നമ്മൾ ഡാമേജിനെ കുറിച്ച് പല ടൈപ്സുകൾ പറഞ്ഞിരുന്നു. ഓർഡിനറി ഡാമേജ്, നോമിനൽ ഡാമേജ്, സ്പെഷ്യൽ ഡാമേജ്, അതേപോലെ പണിഷ്മെൻ്റ് അടക്കമുള്ള എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഓർ പെനിറ്റീവ് ഡാമേജ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും പൊതു നിയമം എന്താണ്? ഓൺലി ദ ആക്ച്വൽ ലോസ് സഫേർഡ് ബൈ ദ ഇൻജുവേർഡ് പാർട്ടി ക്യാൻ ബി റിക്കവേർഡ് എന്നാണ്. ആക്ച്വൽ ലോസ് മാത്രമേ റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നതാണ് പൊതു നിയമം. എന്നാൽ എക്സംപ്ഷൻ കേസിൽ സ്പെഷ്യൽ ഡാമേജും എക്സംപ്ലറി ഡാമേജും ഒക്കെ ആവാം. പൊതുവെ ഒറ്റവാക്കിൽ പറയുമ്പോൾ ഓൺലി ദ ആക്ച്വൽ ലോസ് is to be recovered by the injured party. Okay. In calculating the actual loss, court will take into account only fair and reasonable loss. ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ആക്ച്വൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോടതി എന്ത് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ? ഓൺലി ഫെയർ ആൻഡ് റീസണബിൾ ലോസ്. ഓൺലി ഫെയർ ആൻഡ് റീസണബിൾ ലോസ്. ഒരാൾ എനിക്ക് ഇന്ന വകയിൽ കരാർ ലംഘനം നടന്ന വകയിൽ ഇത്ര രൂപ നഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും, എനിക്കിത്ര വേണമെന്നൊക്കെ ഡിമാൻഡ് ചെയ്താലും കോടതി പരിഗണിക്കുന്നത് ഓൺലി ഫെയർ ആൻഡ് റീസണബിൾ ലോസാണ്. ഓക്കെ, ഒരു മിതമായ ഒരു നഷ്ടപരിഹാരം, അതിലേക്കാണ് ഒട്ടുമിക്ക കേസുകളും എത്തിച്ചേരുന്നത്. റിമോട്ട് ഡാമേജസ്, ദാറ്റ് ഈസ് ഡാമേജസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ ബ്രീച്ച് ആർ നോട്ട് അലൗഡ്. ലംഘനവുമായി ബന്ധപ്പെട്ടതല്ലാത്ത തരത്തിലുള്ള നേരിട്ട് ബന്ധം വേണം. പരോക്ഷമായി ബന്ധപ്പെട്ടാൽ മതിയാവില്ല, നേരിട്ട് ബ്രീച്ചുമായി ബന്ധപ്പെട്ട രൂപത്തിലുള്ള ഒരു നഷ്ടം ആവണം. അല്ലാതെ റിമോട്ട് ഡാമേജുകൾ നികത്തി തരാൻ വേണ്ടി പ്രോമിസർ ബാധ്യസ്ഥനല്ല. റിമോട്ട് ഡാമേജ് എന്ന് പറഞ്ഞാൽ ബ്രീച്ചുമായി നേരിട്ട് ബന്ധമില്ലാത്ത തരത്തിലുള്ള ഡാമേജ്. ഒരാൾ കരാറുമായി ബന്ധപ്പെട്ട വിഷയമല്ല,
ഒരാൾക്കൊരു നഷ്ടം സംഭവിച്ചു. അതായത് ടിക്കറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റാണ്. അപ്പോൾ ടിക്കറ്റ് ശരിയാവാത്തത് കൊണ്ട് ബ്രീച്ച് നടന്നത് ടിക്കറ്റ് എത്തിക്കാന്നുള്ള ഒരു കരാറായിരുന്നു. അപ്പോൾ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് നാട്ടിലുള്ള ഒരു ഫങ്ഷൻ മുടങ്ങി. ഓക്കെ, അങ്ങനെ നഷ്ടം സംഭവിച്ചു. അത് നേരിട്ട് ബന്ധമുള്ളതല്ല. ഓക്കെ, അതുമായി ഇൻഡയറക്റ്റ് കണക്റ്റഡ് ആണ് എങ്കിലും ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലാത്തത് കൊണ്ട് അതിനൊക്കെ റിമോട്ട് ഡാമേജിൽ പെടുത്തേണ്ടി വരും. അതേപോലെ നാട്ടിൽ വന്നതിന് ശേഷം ചില ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക്. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആ ബിസിനസ് ആ സമയത്ത് തുടങ്ങാത്തതിൻ്റെ പേരിൽ എനിക്ക് ഇത്ര നഷ്ടമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഡാമേജ് ഈടാക്കാൻ വേണ്ടി കഴിയില്ല. ആ ഒരു കരാർ ബ്രീച്ച് ആയി ബന്ധപ്പെട്ട നേരിട്ടുള്ള ഡാമേജ് ആവണം. ഓക്കെ, if the promisee neglects or refuses to give promiser reasonable facilities for the performance of the promise, the promiser is not liable for damages. പ്രോമിസർക്ക് കരാർ നിർവഹണത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ബാധ്യത പ്രോമിസിക്കാണ്. പ്രോമിസി അങ്ങനെയുള്ള ഒരു സൗകര്യമൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ പ്രോമിസർ ഉത്തരവാദി അല്ല. ഓക്കെ, ഒരു സപ്ലയറും ബിസിനസ്മാനുമായിട്ടുള്ള കരാറാണ്. ഇന്ന ഡേറ്റിന് ഇത്ര മെറ്റീരിയൽസ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നമ്മൾ എത്തിക്കാം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ ഡേറ്റിന് മെറ്റീരിയൽസുമായി വന്നപ്പോൾ കട പൂട്ടിക്കിടക്കുകയാണ്. ഇയാളുടെ ഫാക്ടറി അല്ലെങ്കിൽ ട്രേഡിംഗ് കൺസേൺ പൂട്ടിക്കിടക്കുകയാണ്. അങ്ങനെ ആവുമ്പോൾ പ്രോമിസർ ഉത്തരവാദി അല്ല. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രോമിസിയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആവുമ്പോൾ ഡാമേജിന് ആവശ്യപ്പെടാൻ പ്രോമിസിക്ക് അവകാശമില്ല. Damages for loss of reputation are not recoverable. Loss of reputation, loss of good name, loss of goodwill are not recoverable. കരാർ ലംഘനം നടന്ന പേരിൽ പ്രോമിസിക്ക് തൻ്റെ നല്ല പേര് നഷ്ടപ്പെട്ടു. അതിനൊരു ഡാമേജൊന്നും നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. പണരൂപത്തിൽ ഡാമേജ് നിശ്ചയിക്കാൻ പറ്റുമോ? ലോസ് ഓഫ് റെപ്യൂട്ടേഷന് ഡാമേജ് റിക്കവർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതങ്ങനെ തന്നെ ഉണ്ടാവും. ഡാമേജസ് ഫോർ ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ ആർ നോട്ട് റിക്കവറബിൾ. ദാറ്റ് ഈസ് ദ റൂൾ റിഗാർഡിംഗ് ഡാമേജ്. ഡാമേജസ് ക്യാൻ ബി റിക്കവേർഡ് ഫോർ ഫിസിക്കൽ ഇൻകൺവീനിയൻസ് ആൻഡ് ഡിസ്കംഫർട്ട്. ഫിസിക്കൽ ഇൻകൺവീനിയൻസും ഡിസ്കംഫർട്ടും വന്നാൽ ഡാമേജ് ഈടാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഒരാൾ ഫാമിലി സഹിതം ഒരു യാത്രക്ക് വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഓക്കെ, ഇയാൾക്ക് വടക്കോട്ടാണ് പോകേണ്ടത്, എന്നാൽ ട്രെയിന് ഇയാളെ തെക്കോട്ടാണ് കൊണ്ടുപോയത്. They were transported to a wrong place. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് റോങ് പ്ലേസിലേക്ക് എത്തിയ കാരണത്താൽ ഒരുപാട് നടക്കേണ്ടിയൊക്കെ വന്നു. ഓൺ എ വെറ്റ് നൈറ്റ്, രാത്രിയാണ് യാത്ര എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഫാമിലി സഹിതം നടക്കേണ്ട ആവശ്യമൊക്കെ വന്നു. അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഡാമേജിന് വേണ്ടി ആവശ്യപ്പെടാം ഫോർ ഇൻകൺവീനിയൻസ്. അദ്ദേഹത്തിന് ഒരു ഫിസിക്കൽ ഇൻകൺവീനിയൻസ് വന്നല്ലോ, ഒരു ഡിസ്കംഫേർട്ട് വന്നല്ലോ. അതേപോലെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു, AC ക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത്, ഫാമിലി സഹിതം പോവാണ്, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് AC ക്കാണ് ടിക്കറ്റ് എടുത്ത്. പക്ഷേ നമ്മൾ ടിക്കറ്റ് നമുക്ക് കിട്ടിയത്
സെക്കൻഡ് ക്ലാസ്സാണ്, സ്ലീപ്പർ കോച്ചിലാണ് ടിക്കറ്റ് വന്നത്. അങ്ങനെ സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടല്ലോ ആസ് കമ്പയർഡ് ടു AC കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ ഒരു നഷ്ടവും അവിടെ ഒരു ഇൻകൺവീനിയൻസ്, ഒരു ഡിസ്കംഫേർട്ട് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നികത്തി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് അവകാശപ്പെടാവുന്നതാണ്. റെയിൽവേ ഈസ് ലാബിൾ ടു railway is liable to pay damages for the certain person. In order to receive, special circumstances must be communicated to the other party at the time of contract. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. നമ്മൾ ലോസ് ഓഫ് പ്രോഫിറ്റ് കൂടെ, ആക്ച്വൽ ലോസിൻ്റെ കൂടെ ലോസ് ഓഫ് പ്രോഫിറ്റ് കൂടെ ലഭിക്കുന്ന ഒരു തരം ഡാമേജാണ് സ്പെഷ്യൽ ഡാമേജ്. അത് ലഭിക്കണമെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് അത് അതർ പാർട്ടി, ഓപ്പോസിറ്റ് പാർട്ടിയെ അറിയിച്ചിരിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബാധ്യത കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിക്കുണ്ട്. അതാണ് മറ്റൊരു റൂൾ റിഗാർഡിംഗ് ഡാമേജ്. The fact that damages are difficult to assess does not take away the right of the aggrieved party from claiming damages. ഇനി ഡാമേജ് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന കാരണത്താൽ ഡാമേജ് ഒഴിവായി പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഓക്കെ, അഗ്രീവ്ഡ് പാർട്ടിക്ക് ഏത് വിധേനയും ഡാമേജിന് അർഹതയുണ്ട്. ഡാമേജ് കൃത്യമായ തരത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഡാമേജ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇഫ് ദ പാർട്ടീസ് അഗ്രി അബൌട്ട് ദ എമൗണ്ട് ഓഫ് ഡാമേജസ് ഫോർ ബ്രീച്ച്, നോ മോർ ദാൻ ദ അഗ്രീഡ് എമൗണ്ട് ക്യാൻ ബി റിക്കവേർഡ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോമിനൽ ഡാമേജാണ് അവിടെ ഫിക്സ് ചെയ്തെങ്കിലോ, ഒരു തുക അങ്ങ് ഫിക്സ് ചെയ്തു, മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതാണ് നോമിനൽ ഡാമേജ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു നോമിനൽ ഡാമേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എത്രയാണോ എഗ്രി ചെയ്തത് അതിൽ കൂട്ടിയിട്ട് വാങ്ങാൻ കഴിയില്ല. ഓക്കെ, വിൻഡിക്റ്റീവ് ഡാമേജസ് cannot be recovered for breach of contract except for breach of promise to marry or against bankers for wrongful dishonor of check. നിങ്ങൾക്കറിയുന്ന പോയിൻ്റാണ്. നമ്മൾ നേരത്തെ ഡാമേജസിൻ്റെ ടൈപ്സ് പറയുമ്പോൾ പറഞ്ഞിരുന്നു എക്സംപ്ലറി, വിൻഡിക്റ്റീവ് ഓർ പ്യൂണിറ്റീവ് ഡാമേജ്. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്. അത്തരത്തിലുള്ള ഡാമേജ് ആണെങ്കിൽ, അതായത് ഗിൽറ്റി ഓഫ് ബ്രീച്ച്, പണിഷ്മെൻ്റ് കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത്തരം ഡാമേജുകൾ മാരേജുമായി ബന്ധപ്പെട്ട കരാർ ലംഘനമായിരിക്കണം, അല്ലെങ്കിൽ ഡിസോണർ ഓഫ് ചെക്ക് ആയി ബന്ധപ്പെട്ട് ബാങ്കർക്കെതിരെ ബാങ്കറോട് ഈടാക്കുന്ന ഡാമേജ് ആയിരിക്കണം. ഈ രണ്ട് കേസിൽ മാത്രമേ വിൻഡിക്റ്റീവ് ഡാമേജ് ഓപ്പറേറ്റീവ് ആവുള്ളൂ എന്നാണ് മറ്റൊരു നിയമം. ആൻഡ് വൺ മോർ റൂൾ റിഗാർഡിംഗ് ഡാമേജ്, that is, it is the duty of the injured party to minimize the loss. ഓക്കെ, തെറ്റുകൾ സംഭവിക്കുന്നത് നിർഭാഗ്യവശാലും മനഃപൂർവ്വം അല്ലാതെയുമാണ് എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. നിയമത്തിൻ്റെ പൊതുവെയുള്ള കാഴ്ചപ്പാട് ഇതാണ്: ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മനഃപൂർവ്വം അല്ല എന്നാണ്. പരമാവധി കോടതിയുടെ ശ്രമം അതാണ്, മനഃപൂർവ്വം അല്ലാതാക്കി തീർക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി കുറ്റവാളിയെ രക്ഷിക്കാനേ കോടതി ശ്രമിക്കുന്നത്, കുറ്റം ചുമത്താനല്ല. നിയമം അതാണ്. പ്രാക്ടിക്കലി സംഭവിക്കുന്നത് എന്താണെന്നല്ല, നിയമം അങ്ങനെയാണ്. പരമാവധി കുറ്റവാളിയെ രക്ഷപ്പെടുത്താനാണ് നിയമം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചുവേർഡ് പാർട്ടി ഈ ഒരു അവസരം മുതലാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഡ്യൂട്ടി ആയിട്ട് തന്നെ പറയാം, ഇഞ്ചുവേർഡ് പാർട്ടിയുടെ, അഗ്രീവ്ഡ് പാർട്ടിയുടെ ഒരു ഡ്യൂട്ടിയാണ് ടു മിനിമൈസ് ദ ലോസ്.
എന്തോ ഒരു അവസരത്തിൻ്റെ കാരണം കൊണ്ട് ഏതോ ഒരു സമയത്ത് സംഭവിച്ച തെറ്റാണ്, ലംഘനമാണ്. അതിന് അദ്ദേഹത്തെ പിഴിഞ്ഞെടുക്കാതെ പരമാവധി എത്ര കുറക്കാൻ പറ്റുമോ അത്രയും ഡാമേജ് കുറച്ച് കൊടുക്കുക എന്നുള്ളത് ഇഞ്ചുവേർഡ് പാർട്ടിയുടെ അതേപോലെ അഗ്രീവ്ഡ് പാർട്ടിയുടെ ബാധ്യതയാണ് എന്നുകൂടെ കൂട്ടി വായിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ദീസ് ആർ ദ വേരിയസ് റൂൾസ് റിഗാർഡിങ് ഡാമേജസ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 12ഓളം പോയിൻ്റ് നമ്മൾ പറഞ്ഞു. റൂൾസ് റിഗാർഡിങ് ഡാമേജസ് കഴിഞ്ഞ ക്ലാസ്സിലെ ടൈപ്സ് ഓഫ് ഡാമേജസും അതേപോലെ റൂൾസ് റിഗാർഡിങ് ഡാമേജസും കൃത്യമായി ഓർമ്മിക്കുക. ആസ്ക് യുവർ ഡൗട്ട്സ്. ലെറ്റ് us see again with another topic in another video. There is only one topic rest in the introduction chapter, that is quasi-contract. Let us see with the topic of quasi-contract in the next video. Thank you for all.